മലബാറിലെ ജില്ലകളിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി അണിനിരുന്നത്. കാസർഗോഡ് നിന്ന് തുടങ്ങിയ മനുഷ്യച്ചങ്ങലയിൽ ആദ്യ കണ്ണിയായി എ റഹീം അണിചേർന്നപ്പോൾ സാഹിത്യകാരൻ എം മുകുന്ദൻ കണ്ണൂരിലും ചലച്ചിത്ര താരം ഇർഷാദ് കോഴിക്കോടുമായി അണിനിരന്നു. ഈ കേന്ദ്ര അവഗണന എന്ന ചോദ്യമുയർത്തി ശത്രുരാജ്യത്തെ പോലെയാണ് ശത്രുതയ്ക്ക് പ്രധാന കാരണം വിഹിതം പിടിച്ചുവെക്കുന്നു. മലബാറിന്റെ തലസ്ഥാനമായ കോഴിക്കോട് മനുഷ്യച്ചങ്ങലയുടെ ജില്ലാതല കേന്ദ്രം മുതലക്കുളത്തായിരുന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MP ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകൾക്ക് ജനകീയ ബദലൊരുക്കുന്നതുകൊണ്ടാണ് കേന്ദ്രത്തിന് കേരളത്തോട് വിദ്വേഷമെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യമായ സുരക്ഷിതത്വ നടപടികൾ ആവശ്യം വരുന്ന ദുർബല ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന, മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന, മാനവ സൗഹൃദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നയം നടപ്പാക്കുന്നു എന്നതാണ് കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള ഏറ്റവും വലിയ വെറുപ്പും വിദ്വേഷവും. അതുകൊണ്ടാണ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത്. ഇത്തരമൊരു ബദൽ മാതൃകാപരമായി സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും മാതൃകയാക്കിയാലോ എന്ന ആശങ്കയാണ് കേന്ദ്രം ഭരിക്കുന്നവർക്കുള്ളത്. എഴുത്തുകാരായ KP രാമനുണ്ണി, KEN, PK പാറക്കടവ്, നടന്മാരായ ഇർഷാദ് അലി, മുഹമ്മദ് പേരാമ്പ്ര തുടങ്ങിയ സാംസ്കാരിക പ്രവർത്തകരും കോഴിക്കോട് മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി. വടകര അഴിയൂരിൽ നിന്ന് തുടങ്ങി വൈദ്യരങ്ങാടി വരെ 78 കിലോമീറ്റർ നീളത്തിലായിരുന്നു 90 കേന്ദ്രങ്ങളിലായി മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്. 2 ലക്ഷത്തോളം പേരാണ് ജില്ലയിൽ അണിനിരന്നത്. കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ കാലിക്കടവ് ആണൂർ പാലം വരെ 46.4 കിലോമീറ്റർ ദൂരത്തിൽ 1 ലക്ഷത്തോളം പേർ സമരത്തിൽ കണ്ണികളായി. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം ആദ്യ കണ്ണിയായപ്പോൾ മുൻ MP P കരുണാകരൻ ജില്ലയിലെ അവസാന കണ്ണിയായി. കരിവെള്ളൂർ മുതൽ മാഹി വരെ 76 കിലോമീറ്റർ ദൂരത്തിലാണ് കണ്ണൂർ ജില്ലയിൽ മനുഷ്യച്ചങ്ങല തീർത്തത്. 2 ലക്ഷത്തോളം പേർ അണിനിരന്നു. ജില്ലാ അതിർത്തിയിൽ TI മധുസൂദനൻ MLA ആണ് ആദ്യ കണ്ണിയായത്. സാഹിത്യകാരൻ എം മുകുന്ദൻ, ചലച്ചിത്ര താരങ്ങളായ സന്തോഷ് കീഴാറ്റൂർ, ഗായത്രി വർഷ, ഫുട്ബോൾ താരം CK വിനീത് തുടങ്ങിയവർ ചങ്ങലയുടെ ഭാഗമായി. വയനാട് മലപ്പുറത്തുമായി 10,000 ആളുകളാണ് മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി അണിനിരുന്നത്. പ്രതിജ്ഞയെടുക്കലും ഇതിന്റെ ഭാഗമായി നടന്നു. യുവജനങ്ങൾക്ക് പുറമെ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവരും മനുഷ്യച്ചങ്ങലയിൽ അണിനിരുന്നു. കേരള വിഷൻ ന്യൂസ്, മലബാർ.